ഹായ് ഫ്രണ്ട്സ്, ഞാൻ രഞ്ജിത്ത് ടി നാരായൺ. ക്ഷേത്രങ്ങളിലെ ആന എഴുന്നള്ളിപ്പിന് പിന്നിലുള്ള തത്വങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നൂറ്റാണ്ടുകളായി ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിനോട് ഏറെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു ജീവിവർഗമാണ് ആനകൾ. കാട്ടാനകളെ മെരുക്കി വളർത്തി യുദ്ധത്തിന് പോലും സമർത്ഥമായി ഉപയോഗിച്ചു വന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. BC 2500 മുതൽ ആനകളുടെ വ്യക്തമായ ഒരു സാന്നിധ്യം ഭാരതത്തിന്റെ പൈതൃക പരമ്പരയിൽ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതുമാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ആനകളെക്കുറിച്ചും അവയുടെ മേൽനോട്ടക്കാരന്റെ ചുമതലകളെക്കുറിച്ചും വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അശോക ചക്രവർത്തിയുടെ ഭരണകാലത്ത് ആന ബുദ്ധമതത്തിന്റെ പ്രതീകമായി മാറുകയുണ്ടായി. ആനകൾക്ക് പ്രത്യേക ആശുപത്രികൾ സ്ഥാപിക്കുന്നതിന് അശോകൻ മുൻകൈ എടുത്തിരുന്നതായും കാണാനാകും. BC 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പാലകാപ്യ മുനി സംസ്കൃതത്തിൽ രചിച്ച ഹസ്ത്യായുർവേദവും പാണ്ഡുപുത്രനായ നകുലൻ രചിച്ച നകുല സംഹിതയും ഗജങ്ങൾക്ക് പുരാതന കാലം മുതൽക്കേ ഉണ്ടായിരുന്ന മനുഷ്യനുമായുള്ള സൗഹൃദത്തിന്റെ ചിത്രമാണ് വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് ആനകൾക്ക് ഇത്രയേറെ പ്രാധാന്യം ഉണ്ടായത് എന്ന് ചിന്തിച്ചാൽ അതിന്റെ കാരണങ്ങൾക്ക് ഗജാനനൻ ഗണപതിയോളം പഴക്കമുണ്ടെന്ന് മനസ്സിലാകും. ആനകൾ ഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായാണ് വേദകാലം മുതൽ കണ്ടുവരുന്നത്. ഏത് പ്രതിബന്ധങ്ങളെയും തകർക്കാൻ കഴിയുന്ന, നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ കഴിയുന്ന ശക്തനായ ഒരു ജീവി എന്ന നിലയ്ക്കാണ് ആനകൾ അറിയപ്പെടുന്നത്. ആനകളുടെ മസ്തിഷ്കത്തിൽ 250 ബില്യൺ ന്യൂറോണുകൾ കാണപ്പെടുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതായത് പ്രവർത്തനക്ഷമതയിൽ മനുഷ്യന്റെ മസ്തിഷ്കത്തിന് സമാനമാണ് ആനകളുടെ മസ്തിഷ്കം. അതുകൊണ്ടാകാം ആനകളെ ഏറ്റവും ബുദ്ധിയുള്ള മൃഗങ്ങളുടെ കൂട്ടത്തിൽ പൗരാണിക കാലം മുതൽ കണ്ടുവരുന്നത്. ദേവന്മാരിൽ ഗണപതിക്കാണ് ആനയുടെ മുഖമുള്ളത്. ഗണപതി സർവ്വഗണങ്ങളുടെയും അധിപനാണ്. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ പാർവതീദേവിയുടെ മാനസപുത്രനായ ഗണേശന്റെ അഹന്ത നിറഞ്ഞ തല വെട്ടിമാറ്റി അവിടെ ജ്ഞാനവും വിവേകവും വിവേചന ബുദ്ധിയുമുള്ള ആനത്തല പ്രതിഷ്ഠിച്ചു എന്നുമാണ് പുരാണങ്ങൾ പറയുന്നത്. അന്നു മുതൽ ഗണേശൻ സർവ്വദേവന്മാരുടെയും പ്രിയപ്പെട്ടവനായി എന്നും പറയപ്പെടുന്നുണ്ട്. ഏതൊരു സത്പ്രവൃത്തിയുടെയും ആരംഭം കുറിക്കേണ്ടത് ഗജമുഖനെ വണങ്ങി അനുഗ്രഹം നേടി വേണമെന്ന് പുരാണങ്ങൾ നിഷ്കർഷിക്കുന്നു. ഗണേശന് ആനത്തല തത്വാധിഷ്ഠിതമായി അവരോധിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആനത്തല ചില പ്രധാന തത്വങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഈശ്വര സാക്ഷാത്കാരത്തിന് അനിഷേധ്യവും പ്രഥമഘടനയിൽ പരിഗണിക്കേണ്ടവയുമാണ്. ഇനി ആനത്തലയ്ക്ക് പിന്നിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന പൊതു തത്വങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആനത്തല ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും വിവേചന ബുദ്ധിയുടെയും പ്രതിരൂപമായാണ് വേദകാലം മുതൽ കണ്ടുവരുന്നത്. ആനയുടെ വലിയ ചെവികൾ മറ്റുള്ളവരുടെ ക്ഷമയോടെ കേൾക്കാനും ആശയങ്ങൾ സംശീകരിക്കാനുമുള്ള കഴിവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് സജ്ജനങ്ങളോട് ചേർന്ന് സത്സംഗങ്ങളിൽ ഏർപ്പെട്ട് ഭഗവാനെ കൂടുതൽ മനസ്സിലാക്കണം എന്നർത്ഥം. ആനകളുടെ ചെറിയ കണ്ണുകൾ കാര്യങ്ങളെ സൂക്ഷ്മമായി ദർശിക്കണം എന്നാണ് പറയുന്നത്. സൂക്ഷ്മമായി ദർശിക്കുക എന്നാൽ സൂക്ഷ്മ രൂപത്തിൽ ഗ്രഹിക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് തൻ്റെ ഉള്ളിലിരുന്ന് തന്നെ നിലനിർത്തുന്ന ചൈതന്യം തന്നെയാണ് എല്ലാ ജീവജാലങ്ങളെയും നിലനിർത്തുന്നതെന്ന സത്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം എന്നർത്ഥം. ആനകളുടെ തുമ്പിക്കൈ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്നത് പോലെ ഒരു ഭക്തൻ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും, അതായത് ദുഃഖമായാലും സന്തോഷമായാലും അവയെല്ലാം ഒരേപോലെ അഥവാ ഭഗവാന്റെ പ്രസാദമായി കണ്ട് മനസ്സിൽ സമബുദ്ധി നിലനിർത്തണമെന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ജ്ഞാനവും വിവേകവും വിവേചന ബുദ്ധിയും ഉണർത്തി സജ്ജനങ്ങളോടൊപ്പം സത്സംഗങ്ങളിൽ പങ്കെടുത്ത് ഭഗവാനെ തത്വത്തിൽ ഗ്രഹിച്ച് സ്വയം സമബുദ്ധിയിൽ മനസ്സിനെ നയിക്കുമ്പോൾ മാത്രമാണ് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ തിരിച്ചറിഞ്ഞ് ആ ഭക്തന് ആ സച്ചിദാനന്ദ സ്വരൂപനെ ശിരസിൽ ആവാഹിക്കാനാവൂ എന്നാണ് ഇടംപേറ്റി നിൽക്കുന്ന ഗജാനനെ കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്. ഉത്സവങ്ങൾ ക്ഷേത്രങ്ങളുടെ പ്രൗഢിക്കും പ്രശസ്തിക്കും നിറപ്പകിട്ടേകുന്ന ഒരു ചടങ്ങ് തന്നെയാണ്. ഉത്സവത്തിന് കൊടിയേറിക്കഴിഞ്ഞാൽ പിന്നെ ആഘോഷരാവുകളാണ്. കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്ന് സഹസ്രാര പത്മത്തിലേക്ക് ഉയർന്ന സർവ്വവ്യാപിയായ സച്ചിദാനന്ദ സ്വരൂപനിലേക്ക് ലയിച്ചു ചേരുന്ന പരിപാവനമായ ഒരു സംഗമമാണ് കൊടിയേറ്റം. ആത്മബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ മനസ്സ് പരിപൂർണ ആനന്ദത്തിലായിരിക്കും. ആ ആനന്ദത്തിന്റെ ഭൗതിക പ്രകടനങ്ങളാണ് ഉത്സവങ്ങളായി പരിണമിച്ചത്. ഇടംപേറ്റിയ ഗജം ദേശം ചുറ്റി സഞ്ചരിക്കുമ്പോൾ ദേശവാസികൾ എല്ലാവരും ആനയെ ദർശിച്ച് അതിന്റെ പിന്നിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന തത്വങ്ങളെ ഗ്രഹിച്ച് മസ്തകത്തിന് മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭഗവാനെ ദർശിച്ച് ആ ഭഗവാൻ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലിരുന്ന് അവയെ നയിക്കുന്ന പരമചൈതന്യമെന്ന ബോധത്തിൽ മനസ്സിനെ ഉറപ്പിക്കുകയും വേണം. ഉത്സവങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന ആന എഴുന്നള്ളിപ്പിന് പിന്നിൽ പറഞ്ഞു വെച്ചിട്ടുള്ള തത്വവും അതുതന്നെയാണ്. നൂറ്റാണ്ടുകൾക്കപ്പുറം ഒരു കാലത്ത് നമ്മുടെ പൂർവികർ ചെയ്തു വെച്ച മഹത്തായ ഒരു സന്ദേശത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ആന എഴുന്നള്ളിപ്പ്. ഇന്നത് വെറും കാഴ്ചകൾക്ക് മാത്രമായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കേണ്ടതാണ്.
ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദിയോടെ രഞ്ജിത്ത് ടി നാരായൺ.